ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആംഗ്ലോ അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു കണ്ടന്റാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് നമ്മൾക്ക് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം. ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. സെലിബ്രിറ്റീസ് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സെൻസസോ കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്യാനുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. അതേപോലെ വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഉണ്ട്, ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾക്ക് ഉള്ളതെങ്കിൽ നോക്കൂ, നമ്മളെങ്ങനെ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ, നമ്മളൊരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മുഖാമുഖം, അതായത് നമ്മളുടെ ഒരു കമ്പനി സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സും അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ്, ഈ ജോലി ആവശ്യമുള്ള ആളുകളും ഇവർ തമ്മിലുള്ള ഒരു മുഖാമുഖം കണ്ടുമുട്ടുന്ന ആ സംഭാഷണത്തെയാണ് ആ ഒരു പ്രോഗ്രാമിനാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കൂ, ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്കില്ലിനെ, നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ സ്കില്ലിനെ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഒരു എംപ്ലോയറെ സംബന്ധിച്ച് എൻ്റർപ്രണറെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വളരെ ഏറ്റവും മിനിമം വേജസിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെ, അതായത് മാൻ പവറിനെ മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ച് ഉള്ളത്. അപ്പോൾ ആ ഒരു വികാരം, ആ ഒരു ഐഡിയ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം, ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ആളെ സംബന്ധിച്ച്, ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. എത്രയോ ആയിരക്കണക്കിന് ആളുകളെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവാം, അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ എക്സ്പീരിയൻസ്ഡാണ് ആ കാര്യത്തിൽ നമുക്കറിയാം. പക്ഷേ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച്, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ മാക്സിമം 5-10 ഇൻ്റർവ്യൂ മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആകെ 10 അല്ലെങ്കിൽ 15 ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത ഒരാളും ആയിരക്കണക്കിന് ഇൻ്റർവ്യൂ ചെയ്ത ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരതിൽ വളരെ തികഞ്ഞവരാണ്. അത് ഏതെങ്കിലും എൻ്റർപ്രണേഴ്സ്, ഏതെങ്കിലും കമ്പനികൾ ഇപ്പോൾ ഫ്രഷായിട്ട് തുടങ്ങിയതാണെങ്കിൽ പോലും അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസിനെ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടത്തുക. ആ ഒരു ബോധവും നമുക്കുണ്ടാകും. അപ്പോൾ ഞാനിത് പറഞ്ഞു വരാൻ കാരണം, നമ്മൾ ഒരു തരത്തിലുള്ള ഫാൾസ് ഇൻഫർമേഷനും ഒരു ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ കൊടുക്കരുത്. നമ്മൾ വളരെ ജെന്യുവൻ ആയിരിക്കണം, ഹോണസ്റ്റി ആയിരിക്കണം. ഒരു തരത്തിലുള്ള ഉടായ്പകളും കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവറുടെ അടുത്ത് അത് ചിലവാകില്ല, വില പോകില്ല. അപ്പോൾ നമ്മൾ വളരെ ഹോണസ്റ്റി ആയിരിക്കുക, സത്യസന്ധമായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡാറ്റ ഇതൊക്കെ തയ്യാറാക്കുന്ന ദിവസത്തിൽ നമ്മൾ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ഇൻ്റർവ്യൂവിൽ വേണ്ട അതിൻ്റെ എറ്റിക്വറ്റ്സ്, അതെന്തൊക്കെയാണ് അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ഹാളിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, നേരത്തെ കൊടുത്തതായിരിക്കാം. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഹാളിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു അറ്റൻഡർ ആ ഡോറ് തുറക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുമ്പുള്ളവർ എങ്ങനെയാണ് ആ ഡോറ് തുറന്ന് അകത്തേക്ക് കടന്നിട്ടുള്ളത്, ഒന്ന് നമ്മൾ പുഷെന്നും പുള്ളെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി ടെൻഷനായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ട് ആ റൂമിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുഷെന്താണ് പുള്ളെന്താണ് അത് വളരെ നന്നായിട്ട് അറിയെങ്കിൽ പോലും നമ്മളത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നേരത്തെ ഉള്ള ആളുകൾ, ഈവൻ അറ്റൻഡറോ അല്ലെങ്കിൽ നേരത്തെ പോകുന്ന സ്റ്റാഫുകളോ ആരെങ്കിലുമൊക്കെ തന്നെ എങ്ങനെയാണ് ആ ഡോർ തുറന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മളിപ്പോൾ പുഷ് എന്നെഴുതിയിരിക്കുന്ന ഒരു ഡോറായിരിക്കും, പുഷ് ചെയ്യുക, ഓക്കെ എന്നുള്ള ഡോറായിരിക്കും. അപ്പോൾ പുഷ് ചെയ്തെടുത്ത് നമ്മളത് അറിയാണ്ട് ഒരു വളരെ ടെൻഷനിൽ നമ്മൾ വന്നിട്ട് അത് പുള്ളി ചെയ്താൽ, അതിങ്ങനെ വലിച്ചു നോക്കിയാൽ അത് അകത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അത് നമുക്കറിയാം. CCTV കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഉള്ളവരാണ്. അപ്പോൾ അവർ ഫസ്റ്റിലെ തന്നെ നമ്മളുടെ ആ ഒരു അനലൈസേഷൻ, നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, നമ്മൾ അതിന് ഈ ജോലിക്ക് പ്രാപ്തരാണോ എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അവരവിടെ
അവിടെ അവർ നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവരായിരിക്കും ഈ ഇൻ്റർവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് നോക്കൂ, നമ്മൾ ആ റൂമിലേക്ക് കയറുന്ന അവസരത്തിൽ ഓൾറെഡി നമ്മുടെ അറ്റൻഡർ വന്ന് വിളിച്ചിട്ടുണ്ടാവും. സപ്പോസ് ഇപ്പോൾ ഒരു മനു എന്ന് പറയുന്നൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ അറ്റൻഡർ വന്നിട്ട് ഹു ഈസ് മനു, ആം മനു, യു ആർ ബീങ് കോൾഡ്, നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മളേതായാലും വിളിച്ചാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടി നമ്മൾ ആ ഡോറിലേക്ക് പോകരുത്. നമ്മൾ ജെൻറ്റിൽ ആയിട്ടുള്ള ഒരു ജെൻറ്റിൽ നോക്ക് ഷുഡ് ബി ദെയർ. ഒന്ന് വളരെ സാവകാശം നമ്മൾ മുട്ടിയിട്ടാണ് കയറുന്നത് എന്നറിയിക്കാൻ വേണ്ടി ഡോറിന്ന് നോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ കയറിയ ശേഷം